ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെസ് പ്ലാനറ്റ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹൗ ടു പ്ലേ ചെസ്, എങ്ങനെ നമുക്ക് ബെറ്ററായി ചെസ് കളിക്കാം എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആദ്യമായി നമുക്ക് ചെസ് ബോർഡ് പരിചയപ്പെടാം. ഒരു ചെസ് ബോർഡിൽ വൈറ്റും ബ്ലാക്കുമായി 64 കളങ്ങളുണ്ട്. ചെസ് ബോർഡിൻ്റെ വൈറ്റ് സ്ക്വയർ റൈറ്റ് സൈഡിൽ വരത്തക്ക വിധമാണ് ബോർഡ് വെക്കേണ്ടത്. ചെസ് ബോർഡിൽ കുറുകെയുള്ള ലൈനിനെ റാങ്കുകളെന്നും നെടുകെയുള്ള ലൈനിനെ ഫയലുകളുമെന്നുമാണ് പറയുന്നത്. ചെസ് ബോർഡിൻ്റെ അടിവശത്ത് ABCDEFGH എന്നും ഇടതുവശത്ത് മുകളിലേക്ക് 1 2 3 മുതൽ 8 വരെയും കാണാം. ഇത് ഓരോ സ്ക്വയറുകളെയും തിരിച്ചറിയാൻ വേണ്ടിയാണ്. നമുക്കൊരു ഉദാഹരണം നോക്കാം. ആദ്യമായി റൂക്ക് അഥവാ തേര്. ഈ റൂക്ക് ഇരിക്കുന്ന പൊസിഷൻ, ഈ സ്ക്വയർ ഏതാണ് നമുക്ക് നോക്കാം. അത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ആദ്യം ഇത് ഏത് ഫയലിലാണ് ഉള്ളതെന്ന് നോക്കുക. നമുക്കറിയാം ABCD എന്ന് പറയുന്നതാണ് ഫയല്. ആദ്യം ഇത് ഏത് ഫയലിലാണ് നോക്കാം. ABCD D ഫയലിലാണ് ഈ റൂക്ക് ഇപ്പോൾ ഉള്ളത്. അതുപോലെ തന്നെ ഏത് റാങ്ക് ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഇത് 4th റാങ്കിലാണ്. 1 2 3 4 4th റാങ്കിൽ. D ഫയലിലും 4th റാങ്കിലും ഈ റൂക്ക് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് ഈ സ്ക്വയറിൻ്റെ പേര് D4 എന്നാണ്. ഈ സ്ക്വയർ നോക്കൂ. ഇപ്പോൾ ഫയൽ F ഫയലാണ്. F ഫയൽ. റാങ്ക് 5th റാങ്ക്. അതുകൊണ്ട് ഈ സ്ക്വയറിൻ്റെ പേര് F5 എന്നാണ്. ഈ ഒരു സ്ക്വയറിൻ്റെ പേര് H ഫയലിൽ 1st റാങ്ക്. അതുകൊണ്ട് H1 സ്ക്വയർ ആണിത്. ഇനി നമുക്ക് ഓരോ പീസുകളെയും അവയുടെ മൂവുകളെയും കുറിച്ച് മനസ്സിലാക്കാം. ആദ്യമായി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് റൂക്കാണ്, അഥവാ തേര്. വൈറ്റിനും ബ്ലാക്കിനുമായി 2 റൂക്ക് വീതമാണ് ഉള്ളത്. ഇത് നമ്മൾ ഈ റൂക്ക് എവിടെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. വൈറ്റിൻ്റെ റൂക്ക് എപ്പോഴും A1ലും H1ലും ആയിരിക്കും. ബ്ലാക്കിൻ്റെ ആകട്ടെ A8ലും H8ലും ആയിരിക്കും. ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മൂവ്മെൻറ്റ്സ്, റൂക്കിൻ്റെ മൂവ്മെൻറ്റ്സ് എന്താണെന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞു, റൂക്കിൻ്റെ പാത എപ്പോഴും വെർട്ടിക്കലായും ഹൊറസോണ്ടലായും ആയിരിക്കുമെന്ന്. ആ പാതയിലിരിക്കുന്ന എതിരാളിയുടെ പീസുകളെ ഈ റൂക്ക് കൊണ്ട് വെട്ടിമാറ്റാൻ സാധിക്കും. എക്സാമ്പിൾ, ഈ A1 റൂക്ക് കൊണ്ട് ഇവിടെ ഒരു ബിഷപ്പ്, ഇവിടെ A5 ഇരിപ്പുണ്ട്. ഈ റൂക്കിന് ഈ A5 ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ബ്ലാക്കിനും. ഈ H8 റൂക്കിന് F8 ഈ നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. ഒരിക്കലും സ്വന്തം പീസുകളാൽ തടഞ്ഞു വെച്ചിരിക്കുമ്പോൾ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കില്ല. ഇവിടെ റൂക്കിന് തടസ്സമായി ഒരു നൈറ്റ് ഇവിടെ ഉണ്ട്. അതുകൊണ്ടൊരിക്കലും ഇവിടെയുള്ള ഈ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കുന്നതല്ല. ഈ നൈറ്റ് ഇവിടെ ഇല്ല എങ്കിൽ ഈ റൂക്ക് കൊണ്ട് ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യാം. ഇനി നമുക്ക് ചെസ്സിലെ രസകരമായൊരു പീസായ നൈറ്റിനെ പരിചയപ്പെടാം. നൈറ്റ് അഥവാ കുതിര. വൈറ്റിനും ബ്ലാക്കിനുമായി 2 നൈറ്റ് വീതമാണ് ഉള്ളത്. നമുക്ക് നൈറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. വൈറ്റിൻ്റെ നൈറ്റ് എപ്പോഴും B1ലും G1ലും ആയിരിക്കും. ബ്ലാക്കിൻ്റെ B8ലും G8ലും ആയിരിക്കും. ഇന്ന് നമുക്കിൻ്റെ എങ്ങനെയാണിത് മൂവ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത്തിരി വ്യത്യസ്തതരമായൊരു മൂവാണ്. നൈറ്റ് എപ്പോഴും മൂവ് ചെയ്യുന്നത് ഒരു L ഷേപ്പിലായിരിക്കും. ഈ ഒരു മൂവ് ആകട്ടെ, L ഷേപ്പ്, ഇംഗ്ലീഷ് ലെറ്റർ L ഷേപ്പിലാണ് നൈറ്റ് മൂവ് ചെയ്യുന്നത്. ഈ നൈറ്റ് ഇങ്ങനെ മൂവ് ചെയ്യാം. ഒരു L ഷേപ്പിലായിരിക്കും നൈറ്റ് മൂവ് ചെയ്യുന്നത്. ഈ B1 നൈറ്റ് നോക്കാം.
നൈറ്റിനെ ഈ D2ലേക്ക് കൊണ്ടുവന്നു. അതിനുശേഷം E4ലേക്ക് വരാം. നൈറ്റ് F2ലേക്ക് പോകാം. പിന്നെ G4ലേക്ക് പോകാം. ഈ ഒരു ഷേപ്പിലായിരിക്കും നൈറ്റിൻ്റെ മൂവ്മെൻറ്റ്. നമുക്ക് നോക്കാം. ബ്ലാക്കും അതുപോലെ തന്നെയാണ്. L ഷേപ്പിലായിരിക്കും മൂവ്മെൻറ്റ്. കണ്ടില്ലേ? ഇതിൻ്റെ ക്യാപ്ചേഴ്സ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ബ്ലാക്കിൻ്റെ റൂക്കുണ്ട്, ഇവിടെ ഒരു നൈറ്റുമുണ്ട്. റൂക്കുണ്ട്, ഇവിടെ നൈറ്റുണ്ട്. ഈ നൈറ്റിന് L ഷേപ്പിൽ വന്ന് ഈ റൂക്കിനെ ക്യാപ്ചർ ചെയ്യാം. ഇവിടെ ഒരു ബിഷപ്പ് ആണെങ്കിലും ക്യാപ്ചർ ചെയ്യാം. ഇതിനൊരു പ്രത്യേകതയുണ്ട്. മറ്റുള്ള പീസുകൾ ഇരുന്നാലും അതിൻ്റെ മുകളിൽ കൂടി ചാടി വന്ന് ക്യാപ്ചർ ചെയ്യാൻ ഇതിന് സാധിക്കും. ആ പീസുകൾ ഇവിടെ ഇരുന്നാലും ഇവിടെ വന്ന് ഇവിടെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും. പീസുകൾ മറഞ്ഞിരുന്നാലും അതിൻ്റെ പാതയിലേക്ക് അതിന് കൃത്യമായി എത്താൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ബിഷപ്പിനെ പരിചയപ്പെടാം. ബിഷപ്പ് അഥവാ ആന. വൈറ്റിന് എപ്പോഴും 2 ബിഷപ്പുകൾ കാണും. ബ്ലാക്കിനും അതേപോലെ 2 ബിഷപ്പ് വീതം കാണും. ഒരു ബിഷപ്പ് ലൈറ്റ് സ്ക്വയർ ബിഷപ്പും ഒന്ന് ഡാർക്ക് സ്ക്വയർ ബിഷപ്പും. ലൈറ്റ് സ്ക്വയർ ബിഷപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ലൈറ്റ് സ്ക്വയർ ബിഷപ്പാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെള്ള കളത്തിലൂടെ പോകുന്ന ഒരു ബിഷപ്പ് കാണും. പിന്നെ കറുത്ത കളങ്ങളിലൂടെ മാത്രം പോകുന്ന ഡയഗണലി പോകുന്ന ഈ പീസിനെയാണ് ബിഷപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ ബിഷപ്പിന് ഇവിടെ എവിടെ വേണമെങ്കിലും പോകാം. ഡയഗണലി മാത്രമേ ഈ ബിഷപ്പിന് സഞ്ചരിക്കാൻ കഴിയൂ. ഈ ബിഷപ്പാകട്ടെ വൈറ്റ് സ്ക്വയേഴ്സിലൂടെ മാത്രം ഡയഗണലി പോകാൻ സാധിക്കും. ഇതിന് സെറ്റ് ചെയ്യുന്നത് വൈറ്റിൻ്റെ ബിഷപ്പ് എപ്പോഴും C1ലും F1ലുമായിരിക്കും. ബ്ലാക്കിൻ്റെ C8ലും F8ലുമായിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ ക്യാപ്ചറുകൾ നോക്കാം. അത് നമ്മൾ നേരത്തെ കണ്ടതുപോലെയാണ്. നൈറ്റിൻ്റെയും റൂക്കിൻ്റെയും അതുപോലെ തന്നെയാണ് ബിഷപ്പിൻ്റെ ക്യാപ്ചറും. സെയിം വേയിലിരിക്കുന്ന പീസുകളെ വെട്ടിമാറ്റാം. ഇപ്പോൾ ഈ വെള്ളക്കളത്തിലൂടെ പോകുന്ന ഈ ബിഷപ്പ് കൊണ്ട് അതിൻ്റെ പാതിലിരിക്കുന്ന നൈറ്റിനെ വെട്ടിമാറ്റാം. അതുപോലെ തന്നെ ബ്ലാക്കിന് വേണമെങ്കിൽ ഈ ബിഷപ്പിനെ ക്യാപ്ചർ ചെയ്യാം. ഇനി നമുക്ക് ചെസ്സിലെ വിലയേറിയ പീസിനെ പരിചയപ്പെടാം. അതാണ് ക്വീൻ അഥവാ മന്ത്രി. ഇതാണ് ക്വീൻ. വൈറ്റിന് ഒരു ക്വീനും ബ്ലാക്കിന് ഒരു ക്വീനും ഉണ്ടായിരിക്കും. വൈറ്റിൻ്റെ ക്വീൻ D1ലും ബ്ലാക്കിൻ്റെ ക്വീൻ D8ലുമായിരിക്കും സെറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ക്യാപ്ചർ മന്ത്രിക്ക് അഥവാ ക്വീനിന് ഡയഗണലി പോകാം, ഹൊറസോണ്ടലായും വെർട്ടിക്കലായും മൂവ് ചെയ്യാം. പക്ഷേ നൈറ്റ് മൂവ് ചെയ്യുന്നത് പോലെ മൂവ് ചെയ്യാൻ സാധിക്കില്ല. ചുരുക്കം പറഞ്ഞാൽ ബിഷപ്പിൻ്റെയും റൂക്കിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ക്വീൻ. ഡയഗണലി പോകാം. ഇപ്പോൾ ഈ ക്വീൻ F3യിൽ വന്നു, അതിനുശേഷം F5ൽ വന്നു. അങ്ങനെ ഇവിടെ വേണമെങ്കിലും പോകാം. ഡയഗണലി പോകാം, വെർട്ടിക്കലി പോകാം, ഹൊറസോണ്ടലി പോകാം. അങ്ങനെ മൂവ്മെൻറ്റ് ചെയ്യാം. പക്ഷേ നൈറ്റ് മൂവ് എന്ന പോലെ L ഷേപ്പിൽ മാത്രം പോകുവാൻ സാധിക്കുന്നതല്ല. ഇനി ഇതിൻ്റെ ക്യാപ്ചർ നോക്കാം. ഇപ്പോൾ ഇതിൻ്റെ ക്യാപ്ചർ അതുപോലെ തന്നെയാണ്. ഈ ക്വീനിന് ഡയഗണലി പോയി റൂക്കിനെ ക്യാപ്ചർ ചെയ്യാം. അതുപോലെ തന്നെ തൊട്ടടുത്തിരിക്കുന്ന പീസുകളെയും ക്യാപ്ചർ ചെയ്യാം. ഈ ക്വീനിനും ഇപ്പോൾ അതുപോലെ തന്നെയാണ്. ഈ ക്വീനിന് റൂക്കിനെ ക്യാപ്ചർ ചെയ്യാം, തൊട്ടടുത്തിന് നൈറ്റിനെ ക്യാപ്ചർ ചെയ്യാം, വെർട്ടിക്കലി എങ്ങനെ വേണമെങ്കിലും ക്യാപ്ചർ ചെയ്യാം. ഇനി നമുക്ക് പോൺ അഥവാ കാലാളിനെ പരിചയപ്പെടാം. വൈറ്റിന് 8 കാലാളുകളാണ് ഉള്ളത്. ഓരോ
വലിയ പീസുകൾക്കും മുന്നിലായി ഓരോ കാലാളുകൾ അഥവാ പോണുകളുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്കിനും 8 കാലാളുകളാണ് ഉള്ളത്. ഇനി ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കാം. പോൺ അഥവാ കാലാളിന് ആദ്യം ഒരു കളം അല്ലെങ്കിൽ 2 കളം ചാടാൻ സാധിക്കും. സാധാരണ ഒരു കളം 2 കളം ഇങ്ങനെയാണ് പോൺ മൂവ് ചെയ്യുന്നത്. പക്ഷേ ആദ്യം പോണിന് 2 കളം നീക്കാൻ സാധിക്കും. ഇങ്ങനെയാണ് പോണിൻ്റെ നീക്കം. ഇനി പോണിൻ്റെ ക്യാപ്ചർ നോക്കാം. പോണിന് ചരിഞ്ഞാണ് വെട്ടാൻ സാധിക്കുക, ഡയഗണലി വെട്ടാൻ സാധിക്കും. അതും ഒരു കളമേ പോകാൻ സാധിക്കൂ. അപ്പോൾ ഈ ഒരു കേസിൽ ഈ ഒരു പോണിനെ വെട്ടാം, അതും ചരിഞ്ഞ് വെട്ടാം. അപ്പോൾ ഒരു കളം നിങ്ങൾ നീക്കുകയാണെങ്കിൽ ഈ പോൺ കൊണ്ട് ചരിഞ്ഞ് വെട്ടാം. ഈ പോൺ കൊണ്ട് തിരിച്ച് വെട്ടുകയാണെങ്കിൽ ചരിഞ്ഞ് വെട്ടാം. ഇത് 2 കളം ആദ്യം നീക്കുന്നു, ഇത് 2 കളം നീക്കുകയാണെങ്കിൽ ഇതുകൊണ്ട് ചരിഞ്ഞ് ഈ പോണിനെ നമുക്ക് വെട്ടിമാറ്റാം. ഇങ്ങനെയാണ് പോണിൻ്റെ ക്യാപ്ചറുകൾ. അവസാനമായി നമുക്ക് ചെസ്സിലെ വിലമതിക്കാനാവാത്ത, വില പറയുവാൻ സാധിക്കാത്ത ഒരു ചെസ് പീസായ കിങ്ങിനെ പരിചയപ്പെടാം. വൈറ്റിനും ബ്ലാക്കിനുമായി ഒരേ ഒരു കിങ്ങാണുള്ളത്. ഈ ഈവണിലിരിക്കുന്ന ഈ പീസിനെയാണ് കിങ് എന്ന് പറയുന്നത്. കിങ് അഥവാ രാജാവ് എന്ന് പറയുന്നത്. ബ്ലാക്കിൻ്റെ ഈ ഏറ്റിലിരിക്കുന്ന കിങ് ആണ് രാജാവ്. വൈറ്റിൻ്റെ കിങ് എപ്പോഴും ഈവൺ സ്ക്വയറിലായിരിക്കും ഇരിക്കുന്നത്, അല്ലെങ്കിൽ ബ്ലാക്ക് സ്ക്വയറിലായിരിക്കും ഇരിക്കുന്നത്. ബ്ലാക്കിൻ്റെ ആകട്ടെ വൈറ്റ് സ്ക്വയറിലും അല്ലെങ്കിൽ E8 സ്ക്വയറിലായിരിക്കും ഇരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ മൂവ്മെൻറ്റ്സ് നോക്കാം. അപ്പോൾ ഈ കേസിൽ കിങ്ങിന് വേണമെങ്കിൽ E2ലേക്ക് പോകാം, D2ലേക്ക് പോകാം, D3ലേക്ക് പോകാം. ഒരു കളം മാത്രം ചാടി ഇങ്ങനെ പോകാം. ഇപ്പോൾ D3ലേക്ക് പോകുന്നു. അത് ഡയഗണലി ആയാലും വെർട്ടിക്കലായും ഹൊറിസോണ്ടലായാലും ഒരു കളം തൊട്ടടുത്ത് സ്ക്വയറിലേക്ക് മാറാം. ഇപ്പോൾ ഈ പോൺ കൊണ്ട് ഇതിനെ വെട്ടിമാറ്റുകയാണെങ്കിൽ കിങ് ഉപയോഗിച്ച് തിരിച്ച് തൊട്ടടുത്ത് അതിനെ വെട്ടാം. ഇപ്പോൾ ക്വീൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ ഇതിനെ വെട്ടിമാറ്റാം. സപ്പോർട്ടുള്ള പീസിനെ ഒരിക്കലും വെട്ടിമാറ്റാൻ സാധിക്കില്ല. ഈ ഒരു നൈറ്റിന് സപ്പോർട്ടുണ്ട്, അതുകൊണ്ട് ഇതിനൊരിക്കലും വെട്ടിമാറ്റാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് നൈറ്റ് ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇതിനെ വെട്ടിമാറ്റാം. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി കാസ്റ്റ്ലിംഗ്, എൻപസൻറ്റ്, ചെക്ക്മേറ്റ് തുടങ്ങിയ നിയമങ്ങൾ കൂടി പഠിക്കേണ്ടതുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പരിചയപ്പെടാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.